ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിയമാവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം 14-ാം വചനം. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. കർത്താവേ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ഉറപ്പിൻ്റെ ബോധ്യം ഞങ്ങളിൽ നീ കൂടുതൽ ജനിപ്പിക്കണമേ. വചനം നൽകുന്ന ബോധ്യത്തിൽ ആഴപ്പെടാനും വചനത്തിലൂടെ നിന്നിലേക്ക് കൂടുതൽ അടുത്തു വരാനും ഞങ്ങളെ ഈ വചന കൂട്ടായ്മയിലൂടെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പിതാവേ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ നിത്യവും കാണുന്ന ചില രംഗങ്ങളെ ഒന്ന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, യാത്രാ മധ്യേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനുകളിൽ, എയർപോർട്ടിൽ, ജ്വല്ലറികളുടെ മുന്നിൽ, MP-മാരുടെ MLA-മാരുടെ ഓഫീസുകളുടെ മുന്നിൽ, SBI ബാങ്കിൻ്റെ മുന്നിൽ, പാർലമെൻറ്റിൻ്റെയോ മ്യൂസിയങ്ങളുടെയോ മുന്നിൽ, പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ, റെയിൽവേ സ്റ്റേഷനുകളുടെയൊക്കെ മുന്നിൽ സെക്യൂരിറ്റിയെ നിർത്തിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സെക്യൂരിറ്റികളെ, ആയുധധാരികൾ. പടച്ചട്ട അണിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുരക്ഷ ഉണ്ട് എന്നുള്ളതാണ്. സുരക്ഷ ഉറപ്പാക്കാനായിട്ടാണ് പടച്ചട്ട ധരിച്ചവരെ നിയോഗിക്കുക, അല്ലെങ്കിൽ ആയുധം ധരിച്ചവരെ നിയോഗിക്കുക. ബോട്ട് യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കപ്പൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, ചെയ്തിട്ടുള്ളവർക്കറിയാം, ജാക്കറ്റ് ധരിപ്പിക്കും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അവിടെയുമുണ്ട് എയർ ജാക്കറ്റ് അല്ലെങ്കിൽ പാരച്യൂട്ട്. അത് നൽകും അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും. ഇതെല്ലാം സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള ആയുധങ്ങളാണ്. മാരകായുധങ്ങൾ അല്ലെങ്കിലും ആയുധങ്ങളാണ്. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കളെല്ലാം സുരക്ഷിതമായിരിക്കുമെന്ന് ഈശോ വചനത്തിലൂടെ ഓർമ്മിപ്പിച്ചത് നമുക്ക് ഓർക്കാം. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കളെല്ലാം സുരക്ഷിതമായിരിക്കും. ഇത് ഭൗതികമായിട്ടുള്ള ഒരു ഉദാഹരണം ഈശോ പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഉള്ള സൂചന നൽകുകയായിരുന്നു. അതായത്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, അവിടുത്തോട് ചേർന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പടച്ചട്ട ആയുധങ്ങൾ ഞാൻ ധരിക്കണം എന്നുള്ളത് എൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈശോ നൽകുക വചനത്തിലൂടെ. റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെടിഞ്ഞ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. ഈ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് തമ്പുരാനുമായിട്ടുള്ള ബന്ധമാണ്. എത്രമാത്രം ഞാൻ അവനോട് ബന്ധം സൂക്ഷിക്കുന്നുവോ അവൻ ഈ ആയുധങ്ങൾ ധരിക്കാൻ നമ്മളെ ഒരുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണും, ആത്മീയ സമരത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. ആത്മീയ സമരത്തെക്കുറിച്ച് വചനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ 3-4-5 കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സത്യം കൊണ്ട് അരമുറക്കണം, നീതിയുടെ കവചം ധരിക്കണം, സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, രക്ഷയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, വചനത്തെക്കുറിച്ച് പറയുന്നത്. ഇവയെല്ലാം ഈ ആയുധങ്ങളായിട്ട് ഇവയെല്ലാം ധരിക്കണമെന്നുള്ളതാണ് വചനത്തിലൂടെ പൗലോസ്ലീഹായും ഓർമ്മപ്പെടുന്നത്. 6 കാര്യങ്ങളാണ്. ഇവയെല്ലാം ധരിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആത്മീയ സുരക്ഷ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മീയമായിട്ട് ജീവിക്കുന്ന വളരുന്ന ഒരു വ്യക്തി സ്വീകരിക്കേണ്ട സുരക്ഷാ ആയുധങ്ങളാണ് ഇവയെല്ലാം. സത്യത്തിൻ്റേത്, നീതിയുടേത്, സമാധാനത്തിൻ്റേത്,
വിശ്വാസത്തിൻ്റേത്, രക്ഷയുടേത്, അതുപോലെ വചനത്തിൻ്റെതായിട്ടുള്ള ആയുധങ്ങൾ. ഇവ ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് തിന്മയുടെ ശക്തിക്ക് സാത്താന് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല, അന്ധകാര ശക്തികൾക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വചനം നമുക്ക് നൽകുകയാണ്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ആദ്യം മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണും, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. പത്രോസ്ലീഹ ആശംസിക്കുന്നതാണ് ഇത്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, വളരെ ശക്തമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലും ഒരു ആശംസയുമാണ് പത്രോസ്ലീഹ നൽകിയിരിക്കുന്നത്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് ആയിരിക്കണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആയുധം. നിങ്ങൾ ധരിക്കേണ്ട, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കെടുത്താൻ, ആത്മീയ ജീവിതത്തെ നഷ്ടപ്പെടുത്താൻ, ആത്മീയ ജീവിതത്തെ തകർക്കാൻ, ആത്മീയ ജീവിതത്തിൽ നിന്നും അകറ്റാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ, പ്രതിരോധിക്കാനായിട്ടുള്ള ആയുധങ്ങളാണ് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം. ഇതാണ് പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവമായിരിക്കണം നമ്മുടെ ആയുധങ്ങൾ എന്നുള്ളതാണ് പത്രോസ്ലീഹ ഓർമ്മപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ മനോഭാവം? ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം, ആയുധങ്ങൾ എന്ന് പത്രോസ്ലീഹ വിശേഷിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഈ മനോഭാവങ്ങൾ എന്ത് എന്നോട് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും, ഉചിതമായിരിക്കും എന്ന് തോന്നുകയാണ്. അവ ഇതാണ്, നമുക്കറിയാം. ക്ഷമ, അങ്ങേയറ്റം ക്ഷമ ഈശോയുടെ മനോഭാവമായിരുന്നു. ഈശോയുടെ മനസ്സും മനോഭാവമായിരുന്നു ക്ഷമ. ഏത് വ്യത്യസ്ത വ്യതിരിക്ത ദുർഘട സാഹചര്യങ്ങളിലും ഘട്ടങ്ങളിലും ഈശോ കൈവിടാതെ സൂക്ഷിച്ച ഒരു പുണ്യമായിരുന്നു ക്ഷമ. ഇത് ഈശോയുടെ മനോഭാവമായിരുന്നു. സ്ലീഹായ ഓർമ്മപ്പെടുത്തുന്ന ആയുധം ഈശോയുടെ മനോഭാവം എന്ന ഇത് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ മനോഭാവം സൂക്ഷിച്ച ഒന്നാമത്തെ മനോഭാവമാണ് ക്ഷമ. കാരണം നമുക്കറിയാം, പീഡനമേറ്റ് കുരിശിൻ്റെ വഴി യാത്ര മുന്നോട്ട് പോയപ്പോൾ ഒരു നിമിഷം പോലും പീഡിപ്പിച്ചവരെ ഈശോ ശകാരിക്കുകയോ അവരുടെ ജീവിതത്തിൽ ഇടപെടുകയോ ചെയ്തില്ല. അങ്ങേയറ്റം ക്ഷമയോടുകൂടി അത് പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ തക്ക രീതിയിൽ ഈശോ ക്ഷമയോടെ സഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. പത്രോസ്ലീഹ എന്ന മനോഭാവം, ഒന്നാമത്തെ മനോഭാവം അച്ഛൻ ധ്യാനിക്കുന്നതാണ് ക്ഷമയാണ്. അപാരമായ ക്ഷമ സൂക്ഷിക്കാനായിട്ട് പറ്റുക, ഇത് ഏറ്റവും വലിയ പുണ്യം കൂടിയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, ശാന്തത, എളിമ. എളിമയും ശാന്തതയും സൂക്ഷിക്കുക. ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പീഡനമേറ്റ് ക്രിസ്തുവിൻ്റെ മനോഭാവമായിരുന്നു എളിമ, ശാന്തത. നമ്മൾ കാണുന്നുണ്ട്, എളിമയോടെ നിന്നു, ശാന്തതയോടെ വർത്തിച്ചു. ഒരിക്കലും അവൻ ശാന്തത വെടിഞ്ഞില്ല. നമുക്കൊക്കെ പലപ്പോഴും ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് ശാന്തത. ഇഷ്ടക്കേട് വന്ന് അപ്പം പൊട്ടിത്തെറിച്ചു പോകും, എടുത്തു ചാടിപ്പോകും, അപ്പം പ്രതികരിച്ചു പോകും, പെരുമാറിപ്പോകും. ഇത് ശാന്തതയില്ലാത്തതിൻ്റെ, ഈ പുണ്യമില്ലാത്തതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ശരീരത്തിൽ പീഡനമേറ്റ ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു മനോഭാവം എന്ന് പറയുന്നത് ശാന്തതയും എളിമയുമാണ്. എളിമയുള്ളവനെ ശാന്തമാകാൻ സാധിക്കത്തുള്ളൂ. ക്ഷമയുള്ളവനെ എളിമപ്പെടാൻ പറ്റുള്ളൂ. എളിമയുള്ളവനെ ശാന്തമാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 2-3 പുണ്യങ്ങൾ, ഇതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പത്രോസ്ലീഹ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇനി മറ്റ് ഈ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നതാണ് കരുണയും സ്നേഹവുമാണ്. കരുണ വെടിഞ്ഞില്ല, സ്നേഹം നഷ്ടപ്പെടുത്തിയില്ല. ആ പീഡ സഹിച്ച് മുന്നോട്ട് കുരിശിലേക്ക് പോയ വഴിയിൽ മുഴുവൻ അവന് സ്നേഹം ഒരിറ്റ് തളർത്തിക്കളയാനായിട്ട് പറ്റിയില്ല, കെടുത്തിക്കളയാനായിട്ട് ആർക്കും പറ്റിയില്ല. അവനിലുണ്ടായിരുന്ന കരുണയുടെ ഭാവം ഒരു ഇറ്റുപോലും നശിപ്പിച്ച് കളയാനായിട്ട് ആർക്കും സാധിച്ചില്ല. അവൻ അങ്ങറ്റം വരെയും കരുണയും സ്നേഹവും കരുതിയവനാണ്. കരുണയും സ്നേഹവും ജീവിതത്തിൽ മുഴുവൻ, പരസ്യ ജീവിതത്തിൽ മുഴുവൻ കരുതിയിരുന്നവൻ, അന്ത്യത്താഴവേളയിൽ അത് വീണ്ടും പ്രകടിപ്പിച്ച് കാണിച്ചവൻ, അത് പൂർത്തീകരിക്കുന്നത് കുരിശിലാണ്. അവിടെ വരെയും കരുണയും സ്നേഹവും കൈവിടാതെ സൂക്ഷിച്ച ഈശോയുടെ മനോഭാവം. ഇതാണ് പത്രോസ്ലീഹ പറഞ്ഞ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. നമുക്കും പ്രിയപ്പെട്ടവരെ ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നതാണ് വിശ്വാസവും വിധേയത്വവുമാണ്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പത്രോസ്ലീഹ പറയുന്നത് ഇതാണ്, വിശ്വാസവും വിധേയത്വവും. അയച്ച പിതാവിലുള്ള വിശ്വാസം അങ്ങേയറ്റം വരെയും കാത്തു. അയച്ച പിതാവ് കൈവിടില്ല എന്നുള്ള വിശ്വാസം അവൻ സൂക്ഷിച്ചു. അതുപോലെ വിധേയത്വം, പിതാവ് അയച്ചതിനോടുള്ള വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആ വിധേയത്വം പ്രഖ്യാപിച്ചു. അപ്പോൾ വിധേയത്വത്തിലും
ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാനായിട്ട് പുത്രനായ ഈശോ തയ്യാറായില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അച്ഛൻ പങ്കുവെച്ചു വന്നതാണ് 7 കാര്യങ്ങളാണ്. ക്ഷമ, ശാന്തത, എളിമ, കരുണ, സ്നേഹം, വിശ്വാസം, അതുപോലെ വിധേയത്വം. ഇതാണ് പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ പങ്കുവയ്ക്കുന്ന ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്ന ഈ 7 കാര്യങ്ങളാണ്. ഇവ ജീവിതത്തിൽ അനുവർത്തിക്കാനായിട്ട് പരിശീലിക്കുക, പഠിക്കുക എന്നുള്ളതാണ് നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഈ കർത്താവിനെയാണല്ലോ പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുരിശിലും ധ്യാനിക്കുന്നത്. അപ്പോൾ ഈ കുരിശിലെ കർത്താവും കുർബാനയിലെ കർത്താവും ഒരുപോലെ നമുക്ക് പറഞ്ഞു വയ്ക്കുന്നത് തരുന്ന കാര്യം ഇതാണ്. ആ മനോഭാവം നിങ്ങളും ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാവുക എന്നുള്ളതാണ്. ജീവിതം വിജയിക്കണമെങ്കിൽ അത് കുടുംബ ജീവിതമാണെങ്കിലും ഏകസ്ഥ ജീവിതമാണെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും പൗരോഹിത്യ ജീവിതമാണെങ്കിലും അത് വിജയിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗവും മാർഗദർശനങ്ങളും ഈശോ പങ്കുവെച്ച് തരുന്നത് തൻ്റെ പത്രോസ്ലീഹ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതാണ് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവമാണ്. ഇത് തന്നെയാണ് ഈശോയ്ക്കും നമുക്ക് പകുത്തു തരാനായിട്ടുള്ളത്. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾ സ്വീകരിക്കുന്ന ഈ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ മനോഭാവം കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ. കാരണം ഒരു വ്യക്തിയെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ എല്ലാം കൂടെയാണ്. സ്വഭാവമുണ്ട്, ഘടനയുണ്ട്, ശരീരം, ജീവിതം എല്ലാം ഉണ്ട്. എന്തൊക്കെ ആ വ്യക്തിയിലുണ്ടോ അതെല്ലാം എൻ്റെയും സ്വന്തമാണ്. ഒരു വ്യക്തിയെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കളറ് മാത്രമല്ല, സ്വഭാവം മാത്രമല്ല, ജീവിതം മുഴുവനാണ്. അപ്പോൾ ഈശോയെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ ഞാൻ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ ശരീരം സ്വന്തമാക്കുക, വിശുദ്ധ കുർബാനയോടെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. ശരീരം സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ മുഴുവനായിട്ടാണ്. അവനിലുള്ള ഭാവം, ഈ പത്രോസ്ലീഹ പറഞ്ഞ അവൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ മനോഭാവം കൂടി ഞാൻ സ്വന്തമാക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ തിരിച്ചറിവോടുകൂടിയാണോ ഞാൻ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഈ ഈശോയെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ മനോഭാവം കൂടി ഞാൻ സ്വീകരിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഈശോയെ സ്വീകരിക്കുന്നതെന്നുള്ളൊരു സത്യമാണ്. നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റട്ടെ. അവനെ ഞാൻ വിശുദ്ധ കുർബാനയിലൂടെ തിരുശരീരത്തിലൂടെയും തിരുരക്തത്തിലൂടെയും സ്വീകരിക്കുമ്പോൾ അവനിലുള്ള ഈ 7 മനോഭാവങ്ങൾ കൂടിയാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് സ്വീകരിക്കുക. എന്നിട്ട് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ദേവാലയത്തിൻ്റെ വാതിലുകൾ കടന്ന് ഞാൻ എൻ്റെ ജീവിത ബന്ധാവിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഈശോ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവങ്ങൾ എന്നിൽ നിന്നും പുറത്തു വരുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയാകുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയാകുന്നില്ല. തിയറി മാത്രമായി പോവുകയാണ്, പ്രാക്ടിക്കൽ വരുന്നില്ല. പ്രായോഗിക തലത്തിൽ ഈ വിശുദ്ധ കുർബാനയെ പ്രായോഗിക തലത്തിൽ എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് ഈശോ പറഞ്ഞതുപോലെ അധര വ്യായാമമായി പോവുകയാണ്. ഹൃദയം കൊണ്ടുള്ളത് വരുന്നില്ല, ഹൃദയഭാവം പുറത്തെടുക്കാനായിട്ട് പറ്റാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കൊന്ന് തിരിഞ്ഞു നിന്ന് ചിന്തിക്കാൻ, ധ്യാനിക്കാനായിട്ട് ഈ തിരുവചന ഭാഗങ്ങൾ ഇന്ന് നമുക്കൊന്ന് സൂക്ഷിക്കാനായിട്ട് പറ്റട്ടെ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്ഷമ, ശാന്തത, എളിമ, കരുണ, വിധേയത്വം, വിശ്വാസം, അതുപോലെ സ്നേഹം. ഈ ഭാവങ്ങൾ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ, നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങട്ടെ, നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പടരട്ടെ. അപ്പോൾ ഇതുപോലെ ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ള കുറേ പേര് ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ, ദേശത്തിൻ്റെ, ഇടവകയുടെ എല്ലാം ഭാവം മാറും, രൂപം മാറും, സ്വഭാവം മാറും. അപ്പോൾ അങ്ങനെയൊരു ഇതിലേക്ക് ഇതെല്ലാം ആയുധമാണ്. ഇതൊക്കെയാണ് ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശ്വാസം ഒരായുധമാണ്, വിശുദ്ധി ഒരായുധമാണ്, വചനം ആയുധമാണ്, ജപമാല ആയുധമാണ്. അപ്പോൾ ഇവയെല്ലാം ആയുധമാണ്. ഇവയെല്ലാം വരുന്നത് എങ്ങനെയാണ്? ഈ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഈ ആയുധം. അപ്പോൾ ഈ മനോഭാവമുള്ള ഒരു വ്യക്തിയെ ഒരു തരത്തിലും തിന്മയുടെ ശക്തിക്ക് തകർക്കാൻ പറ്റില്ല. ഒരു തരത്തിലും പൈശാചിക സ്വാധീനങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭരണം നടത്തില്ല. ഒരിക്കലും പിശാചിനെ അടിപെട്ടു പോകാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും പാപബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോവില്ല. അതാണ് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്ന് പത്രോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ അത് അനുവർത്തിക്കുമ്പോൾ സംഭവിക്കാനായിരിക്കുന്ന വലിയ കാര്യമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഒരു പരിചയമാണ്.
വിശ്വസിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു തരത്തിലും തകർക്കാനായിട്ട് ഒരു തിന്മയുടെ ശക്തിക്ക് സാധിക്കില്ല. അതുപോലെ വിശുദ്ധി, എൻ്റെ ആത്മശരീര വിശുദ്ധി ഞാൻ സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും തിന്മയുടെ ശക്തിക്ക് എന്നെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ വചനം ആയുധമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, നിരന്തരം വചനത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ, വചനം ഹൃദയത്തിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ, വചനം എപ്പോഴും വായിക്കുന്ന, ധ്യാനിക്കുന്ന, ഓർമ്മിക്കുന്ന, മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ, തീർച്ചയായിട്ടും ഒരു തിന്മയുടെ ശക്തിക്കും ഒരു പാപത്തിൻ്റെ പ്രേരണയ്ക്കും ഞാൻ വശമതനായി പോകാൻ ഇടയാവില്ല. ഇതെല്ലാം ആയുധങ്ങളാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന ആയുധങ്ങളാണ്. പത്രോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന ആയുധമാണ്. അതുപോലെ ഈ വചനത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണല്ലോ ജപമാല. ജപമാല ഒരു ആയുധമാണ്. കഴുത്തിൽ ധരിക്കുമ്പോൾ ആഭരണമാണെങ്കിലും ആണ്, അതുപോലെ കയ്യിൽ ധരിക്കുമ്പോൾ ആയുധമാണ്. അപ്പോൾ ഈ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കാനായിട്ടാണ് വചനത്തിലൂടെ പൗലോസ് ശ്ലീഹയും പത്രോസ് ശ്ലീഹയും നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, വചനം വാളാണ് എന്ന് പറയുന്നു വെക്കുന്നുണ്ട്. വചനം വാളാണ്, അത് ആയുധമാണ്. വാൾ ഒരായുധമാണ്. എഫെസോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിലൂടെ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വചനം വാളാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. അപ്പോൾ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടുമെന്ന് വചനം പറയുന്നതാണ്. വായിലെ വചനം ഉരുവിട്ടുകൊണ്ട് അവരോട് പോരാടാനായിട്ട് പറ്റും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് വചനം അധരത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് വാളാണ്. ആ തിന്മയുടെ ശക്തികളെ വെട്ടാനായിട്ട് അല്ലെങ്കിൽ നിഘനിക്കാനായിട്ട് അത് ഇടയാക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വെളിപാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനത്തിൽ പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ വായിൽ നിന്നും മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു, അത് സർവ്വ ജനതകളുടെ മേൽ പതിക്കും. അപ്പോൾ മൂർച്ചയുള്ള വാൾ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്താ? വചനമാണ്. അപ്പോൾ വചനമാകുന്ന വാൾ നിരന്തരം അധരത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും തിന്മ അവിടെ പ്രബലപ്പെടില്ല എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വെളിപാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനം നമുക്ക് നൽകുന്ന വലിയ ഓർമ്മപ്പെടുത്തൽ. അതുപോലെ റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്, നീ തിന്മ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ പേടിക്കണം. നീ തിന്മ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ പേടിക്കണം. കാരണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. നീ തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ പേടിക്കണം, കാരണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. അപ്പോൾ അത് വെട്ടാനായിട്ടാണ്. അപ്പോൾ തിന്മ പ്രവർത്തിക്കുന്നവനെ, തിന്മയുടെ ശക്തിയെ നിഘനിക്കാൻ, വെട്ടാൻ, പ്രതിരോധിക്കാനുള്ള മാർഗമാണ്, വാളാണ് വചനമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വചനമാകുന്ന വാൾ, ആത്മാവിൻ്റെ വാൾ എടുക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുക. അതുപോലെ നമുക്കറിയാം ഇരുമ്പ് ആയുധങ്ങൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, നമുക്കറിയാം അനുദിനം നമ്മൾ ഉപയോഗിക്കുന്ന, അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറിക്കത്തി, പുറത്ത് ഉപയോഗിക്കുന്ന വാക്കത്തി, മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന വാൾ, ഇവയൊക്കെ ഇരുമ്പ് ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ സമയാസമയങ്ങളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, 1 തുരുമ്പെടുക്കും, 2 അത് മൂർച്ച പോകും. തുരുമ്പെടുക്കും, മൂർച്ച പോകും. ആയുധങ്ങൾ അതിൻ്റെ സമയത്തെടുത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മൂർച്ചയും പോകും, അത് തുരുമ്പ് എടുക്കും. പിന്നെ അത് മൂർച്ച കൂട്ടാനായിട്ട് വേറെ കൊണ്ടുപോകേണ്ടതൊക്കെ ആവശ്യം വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആയുധങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന, ഈ തിന്മയ്ക്കെതിരെ പടവെട്ടാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഈ ആയുധങ്ങൾ, വിശ്വാസം, വിശുദ്ധി, വചനം, ജപമാല, ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, സമയാസമയങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ആത്മീയ മനുഷ്യനായി ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശിഷ്യയായി ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അത് മൂർച്ചയേറ്റു പോകും, തുരുമ്പെടുക്കും. അപ്പോൾ തുരുമ്പെടുക്കാതെ, മൂർച്ചയേറ്റു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എഫെസോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോൾ സഹപൗരരാണ്, വിശുദ്ധരുടെ സഹപൗരരാണ്, അതുപോലെ ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഈ ദൈവഭവനത്തിലെ അംഗങ്ങളും വിശുദ്ധരുടെ സഹപൗരരുമായ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് പരിശീലനം സിദ്ധിച്ചവരാവുക എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്, കിട്ടിയ താലന്ത് കുഴിച്ചിട്ടൊരു മനുഷ്യനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. കിട്ടിയിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ്. കിട്ടിയ താലന്ത് കുഴിച്ചിട്ട മനുഷ്യനെ പോലെ ആയി പോവുകയാണ്.
എന്ന് പറഞ്ഞാൽ ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നിട്ടോ അവൻ തിരികെ ഏൽപ്പിക്കുന്നുണ്ട്. അത് കൊടുത്ത യജമാനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അത് ഏൽപ്പിക്കുന്നത്. അതുപോലെ ആകാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. അപ്പോൾ ആയുധങ്ങൾ തന്നിരിക്കുന്നത് അത് ഉപയോഗിക്കാനാണ്, ഉപയോഗിച്ച് തിന്മയുടെ ശക്തിക്കെതിരെ പോരാടാനാണ്, തിന്മയുടെ ശക്തിയെ നിഹനിക്കാനാണ്, തിന്മയെ പ്രബലപ്പെടുത്താതിരിക്കാനുമാണ്, തിന്മയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതിലേക്കാണ്. എപ്പോഴും നമ്മൾ ആയുധം ധരിച്ചവരായിരിക്കുക, ആയുധധാരികളായിരിക്കുക. അച്ഛൻ ഈ വചന ശുശ്രൂഷ തുടങ്ങിയത് അങ്ങനെയാണ്. വിവിധ തരത്തിലുള്ള ഓരോ മേഖലയിൽ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സദാസമയവും ഈ ആയുധങ്ങൾ ധരിച്ചിട്ടവരായിരിക്കുക. അല്ലാതെ ജ്വല്ലറിയുടെ മുന്നിൽ നിൽക്കുന്ന ആയുധധാരിയെ കണ്ടുകൊണ്ട് അങ്ങനെ ആയുധം ധരിച്ച് നിൽക്കണമെന്ന് അങ്ങനെ ചിന്തിക്കാനല്ല. ഇതുപോലെ എപ്പോൾ സദാസമയവും നമ്മളും ആയുധധാരികളായിരിക്കുക. അവിടെയെല്ലാം നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് അവർ ചെയ്യുന്നത് എന്താ? ഏതെങ്കിലും ഒരു ആയുധം അവരുടെ കയ്യിലുണ്ടാവുള്ളൂ. ഒന്ന് അവരുടെ ഡ്രസ് കോഡ്, അത് തന്നെ അവർ സെക്യൂരിറ്റി ആണെന്നുള്ളത് തെളിവാണ്. പ്രത്യേകിച്ച് ആയുധം ചിലയിടങ്ങളിൽ വേണ്ട. ഇനി ചിലയിടങ്ങളിൽ തോക്കുണ്ടാവും കയ്യിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈവശമുണ്ടാവും. പക്ഷേ ഈ ആയുധങ്ങൾ, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ ആയുധങ്ങൾ തിന്മയ്ക്കെതിരെ പടവെട്ടാൻ, തിന്മയുടെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രബലപ്പെടാതിരിക്കാൻ, അറിയാതെ വരുന്ന ഈ തിന്മയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തക്ക രീതിയിൽ എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ ആത്മീയ ആയുധങ്ങളെ ഞാൻ സദാ സജ്ജമാക്കി വെച്ചിരിക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായി പൗലോസ്ലീഹയും പത്രോസ്ലീഹയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പ്രിയപ്പെട്ടവരെ പറ്റട്ടെ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് എൻ്റെ ആത്മീയ ജീവിതത്തെ ഒരു തരത്തിലും തകർക്കില്ല, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും മാന്യം വരുത്തില്ല, എൻ്റെ ആത്മീയ ജീവിതത്തെ ഒരിക്കലും തളർത്തില്ല. എപ്പോഴും ശക്തി ആർജിച്ച് നിൽക്കാനായിട്ട് ആത്മീയ ജീവിതത്തിൽ എനിക്ക് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതൊക്കെയാണ് വിശുദ്ധരുടെ ജീവിതം നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തലാണ്. ഈ ആയുധങ്ങൾ ധരിച്ച് നിന്നിരുന്നത് കൊണ്ടാണ് വിശുദ്ധരായിട്ടുള്ളവർ, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ന് വണങ്ങപ്പെടുന്ന എല്ലാ വിശുദ്ധരുടെയും ജീവിതം അതുപോലെ നിലനിൽക്കാനായിട്ട് സാധിച്ചത്. ഒരുപാട് എതിർശക്തികളെ പ്രതിരോധിച്ചുകൊണ്ടും അതിനെതിരെ പടവെട്ടിക്കൊണ്ടും ജീവിച്ചവരാണ് നമ്മൾ സഭയിൽ നിന്ന് വണങ്ങുന്ന എല്ലാ വിശുദ്ധരുമൊക്കെ. അല്ലാതെ പുണ്യങ്ങൾ മാത്രം അഭ്യസിച്ച് വിജയം വരിച്ചവരോ വിശുദ്ധി എത്തിയവരോ അല്ല. അവർ തിന്മയുടെ ശക്തികൾക്കെതിരെ ഈ ദൈവം നൽകിയ ഈ ആയുധങ്ങൾ, ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് പടവെട്ടി ജയിച്ച് എത്തിയവരാണ്, സ്വർഗത്തിലെത്തിയവരാണ് നമ്മൾ വന്ന് വണങ്ങുന്ന എല്ലാ വിശുദ്ധരും. നമുക്ക് അതുകൊണ്ട് വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരൊക്കെ നമുക്ക് ഈ കാര്യത്തിലൂടെ മാതൃകയാകട്ടെ. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുന്നതിന് വേണ്ടി മാത്രമല്ല വിശുദ്ധരെ നമ്മൾ വിളിക്കേണ്ടത്. ഇതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, അഭേദ്യമായ ബന്ധത്തിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് തിന്മയ്ക്കെതിരെ പടവെട്ടിയവരാണെന്നുള്ള ബോധ്യം കൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റിയാൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ആയുധങ്ങളൊക്കെ പുറത്തെടുക്കാനായിട്ട് നമുക്ക് ഇവരും സഹായകമാകും, പ്രേരണ നൽകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കൃപയുള്ളവരത് ഉപയോഗിക്കണം, കൃപയുള്ളവരത് ഉപയോഗിക്കണം. രോഗി മരുന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ രോഗം മാറില്ല, രോഗം മൂർച്ഛിക്കുകയുള്ളൂ. അപ്പോൾ മരുന്ന് തന്നിരിക്കുന്നത് രോഗിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, രോഗം ഇല്ലാതാക്കാൻ. കൃപ എനിക്ക് തന്നിരിക്കുന്നത്, ആത്മീയമായി ജീവിക്കുന്ന മനുഷ്യനെന്ന നിലയിൽ എനിക്ക് കർത്താവ് കൃപ തന്നിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, കിട്ടിയെന്ന് വെച്ചുകൊണ്ടിരിക്കാനല്ല. ഒരു താലന്ത് ലഭിച്ചവൻ അത് കുഴിച്ചിട്ടതുപോലെ വെച്ചുകൊണ്ടിരുന്നത് പോലെ വെച്ചുകൊണ്ടിരിക്കാനല്ല, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ പക്കലേക്കുള്ള യാത്രയിൽ വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. സമ്പന്നൻ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും സമ്പന്നൻ ആവുകയൊന്നുമില്ല, കൂടുതൽ സമ്പത്ത് വർദ്ധിക്കത്തൊന്നുമില്ല. ദരിദ്രൻ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോവുകയുള്ളൂ. പണിയുന്നവൻ പണിയാതിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യം അവിടെ വെച്ച് നിലച്ചു പോവുകയുള്ളൂ. അപ്പോൾ ജോലി ചെയ്യുന്നവൻ അത് ചെയ്യാതിരിക്കേണ്ടവനല്ല, ചെയ്യേണ്ടവനാണ്. അപ്പോൾ തന്നിരിക്കുന്നത് ഉപയോഗിച്ച്, അങ്ങേയറ്റം ഉപയോഗിച്ച് വർദ്ധിപ്പിച്ച് വളരുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ആയുധങ്ങൾ, ആത്മീയത ആയുധമാണെങ്കിലും ഭൗതികമായിട്ടുള്ള ആയുധങ്ങളാണെങ്കിലും അത് തുരുമ്പെടുക്കും, മൂർച്ച പോകും, ഉപയോഗിക്കാൻ പറ്റാതാകും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ആത്മീയ ആയുധങ്ങൾ, വിശ്വാസം, വിശുദ്ധി, ആത്മശരീര വിശുദ്ധി, അതുപോലെ വചനം, അതുപോലെ ജപമാല, ഈ ആയുധങ്ങളെ ഓരോ ദിവസവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള തിന്മയുടെ ശക്തികളെയും, ഏത് വശത്തുനിന്നും ഏത് വിധേനയും വരുന്ന തിന്മയുടെ ശക്തികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ, അല്ലെങ്കിൽ പ്രതിരോധിച്ച് കീഴ്പ്പെടുത്താനുള്ള വലിയ ശക്തിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, ദാഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.